ചങ്ങനാശ്ശേരിയിൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം നടക്കുന്നു. ശബരിമലയിൽ എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ വിവിധ ഹൈന്ദവ സംഘടനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന നാമജപയാത്ര ചങ്ങനാശ്ശേരി ടൗണിലെത്തി. NSSും SNDPയും അടക്കം 17 സംഘടനകളാണ് പങ്കെടുക്കുന്നത്. ചങ്ങനാശ്ശേരി വേഴക്കാട്ട് അമ്പലത്തിന് മുന്നിൽ നിന്ന് പെരുന്ന ജംഗ്ഷൻ വരെയാണ് നാമജപയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പന്തളം രാജകുടുംബാംഗവും തന്ത്രിമാരും പ്രതിഷേധത്തിൽ പങ്കെടുക്കാനെത്തും. വിശദാംശങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വൈശാഖ് കോമാട്ടി നൽകും. വൈശാഖ്, നേരത്തെ പന്തളത്ത് കണ്ടു, തിരുവല്ലയിലും മറ്റും കണ്ടു. ഇപ്പോൾ എത്രത്തോളം വിശ്വാസികളുടെ പങ്കാളിത്തം ഈ മോളെ പറ. അല്ലോ കാണിച്ചായിരുന്നു? ഓ, എവിടുന്ന്? 8:30 വരെ അമ്മ TV നോക്കിക്കൊണ്ടിരുന്നു. അവസാനം കസേരയിലിരുന്ന് ഉറങ്ങുന്ന കണ്ട് ഞാൻ വഴക്ക് പറഞ്ഞ് അകത്തുകൊണ്ട് കിടത്തിയത്. അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഉറങ്ങിയേനെ രാവിലെ വരെ. എന്താ ജനക്കൂട്ടം! എന്നിട്ട് ഞാൻ ഈ കണ്ട ക്യാമറയുടെ മുന്നിൽ എല്ലാം പോയി നിന്നു. ഇപ്പൊ യൂട്യൂബിൽ മൊത്തം റാലി കാണുകയായിരുന്നു. ഇല്ല, വേണുവാ പറഞ്ഞത്, ടിവിയിലൊക്കെ കാണിക്കും. അച്ഛനല്ലാതെ ആരെങ്കിലും വേണുവിനൊക്കെ വിശ്വസിച്ച് ഇതിനൊക്കെ പോവോ? ഇത്രയും ആളുകൾ പോകുമ്പോ ഞാൻ മാത്രം പോയില്ലേ നാട്ടുകാരെന്തു വിചാരിക്കും? ആ നാട്ടുകാർ പറയുന്നതും കേട്ട് നിന്നോ. അവസാനം മരിക്കാൻ നേരം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാവും ജീവിക്കാൻ മറന്നെന്ന്. അപ്പം മനസ്സിലാവും സൊസൈറ്റി വരുമായിട്ടാണ്. എന്തോ പറഞ്ഞ? അല്ല, വയ്യാത്ത കാലം വെച്ച് ഇതിനൊക്കെ പോണോന്ന് ചോദിച്ചതാ. നമ്മുടെ വിശ്വാസങ്ങൾ ഹനിക്കപ്പെടുമ്പോ ഒരു സനാതന ധർമ്മ വിശ്വാസിയെ ഞാൻ മതി മതി, പ്രസംഗം മൊത്തം കേട്ടെന്ന് മനസ്സിലായി. കാലിനിപ്പോ എങ്ങനെയുണ്ട്? നീര് കൂടി കാര്യായിപ്പോയി. അവളവിടെ ഇല്ലേ, മരിമോള്? അവളോടൊന്ന് തൈലം ഇട്ട് തരാൻ പറഞ്ഞ എന്താ? അവര് വന്നപ്പോ നല്ല വൈകി. രാവിലെ തുടങ്ങിയ യാത്രയല്ലേ. രണ്ടും ഇപ്പൊ തന്നെ ക്ഷീണിച്ച് കിടന്നിട്ടുണ്ടാവും. ഇനി തൈലം ഇടണമെന്നൊക്കെ പറഞ്ഞ അവരെന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും? അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി എന്നാണോ നന്നാവുന്നത്? രാത്രി കഴിക്കാനുള്ള മരുന്ന് തീർന്നോ? മരുന്ന് വാങ്ങി വെക്കാൻ മോനോട് പറയാൻ അമ്മ കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ. പറഞ്ഞ കാണില്ലല്ലേ? മോൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചു കാണും. ഞാൻ മറന്നുപോയി. ഇതൊക്കെ നിന്റെ അമ്മയല്ലേ സാധാരണ ചെയ്യണത്? കുട്ടിക്കളിയല്ലേ ഇതൊക്കെ? കാണണ്ടാണല്ലോ. പ്രഷർ ഷുഗറൊക്കെ ഇപ്പൊ ഓൾറെഡി കൂടുതലാ. കാർഡിയോളജിയിൽ ഒന്ന് കാണിക്കാൻ ഡോക്ടർ പറഞ്ഞിട്ട് ഇപ്പൊ കുറേ ആയി. ഒന്നും കേൾക്കണ്ട. നിന്റെ അമ്മ എന്നാ ഇനി ഇങ്ങോട്ട്? ഇവിടെ അയലോക്കത്തുള്ളവരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോ ഞാനും മോളോട് ഒറ്റയ്ക്ക് നിന്നാ നാട്ടുകാരൊന്നും പറയില്ലായിരിക്കും അല്ലേ? അച്ഛൻ അങ്ങനെ എങ്ങാണ്ടല്ലേ പറഞ്ഞത്. വിഷമിക്കണ്ട, ചേട്ടൻ മറ്റന്നാ വരും. ശനിയാഴ്ച അമ്മ അങ്ങോട്ടാക്കാം. അമ്മ അവിടെ ഉണ്ട്, പിന്നെ ജാഥയ്ക്കൊക്കെ പോകുന്ന എങ്ങനെയാന്ന് നോക്കാലോ. പിന്നെ അവളുണ്ടെങ്കിലും ഞാൻ പോവും. നമ്മളെ വിശ്വാസം ഹനിക്കപ്പെടുമ്പോ മതി മതി അച്ഛാ, ഒന്നിനിങ്ങനെ കണ്ണടച്ച് ഫോളോ ചെയ്യാണ്ടിരിക്കും. ഞാൻ കിടക്കാൻ പോവാ. നാളെ രാവിലെ എണീക്കാനുള്ളതാ. നാളെ തന്നെ മരുന്ന് വാങ്ങിക്കാൻ അവനോട് പറയണം. അല്ല വേണ്ട, ഞാൻ തന്നെ പറയാം. അതേ നടക്കൂ. അപ്പൊ ശരി, നാളെ വിളിക്കാം. ശരി, നാളെ വിളിക്കാം. അതെന്താ അവൾ അങ്ങനെ പറഞ്ഞത്? പിന്നെ നടക്കണോണ്ടായിരിക്കൂ? ഇനി മുതൽ മുന്നേ നടക്കണം. മുദ്രാവാക്യം വിളിക്കണം. വിശ്വാസങ്ങൾ സംരക്ഷിക്കപ്പെടട്ടെ. ആരോഗ്യം പോരാ, gas. Yeah.
രണ്ട് പോറങ്ങി കാണും. ഇപ്പൊ എങ്ങനെ പോയി വിളിക്കും? അവള് പോറങ്ങി കാണും. ഇത് ഗ്യാസല്ല, നല്ല അറ്റാക്കാണ് ഈശ്വര. വച്ച് താമസിക്കാതെ വേഗം അവനെ വിളിച്ചോണ്ട് ആശുപത്രി പോവാം. അയ്യോ, ഇപ്പൊ എങ്ങനെ വിളിക്കും? അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും? തീരും വരെ വെയിറ്റ് ചെയ്യാം. ഇതാണോടാ എൻ്റെ തളർച്ച? ഒന്ന് വേഗം തീർക്കടാ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ചാവും. എന്താടേ നോക്കണേ? കർണമോട്ടിക്കുള്ള പ്ലാനുമെല്ലാം തന്നെ. അല്ലടാ, ഞാനത് നോക്കുമായിരുന്നു. എന്നെ പഠിപ്പിച്ച സാറാ. ഞാൻ അവിടെ നിന്ന് വരാൻ തന്നെ സഞ്ചാരമായിട്ട് വെറും ചായയും പടയും മാത്രം നക്കേള്. ആ അല്ലേലും ചെയ്ത കൊള്ളാതെ കിട്ടിയതിനെ ഭാഗ്യം. ആര് എന്ത് ചെയ്തെന്ന്? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ലടേ, നീ കറക്റ്റാതെ കാര്യം പറ. രാത്രി മോനും മോളും കിടക്കിനടുത്ത് പരിപാടി കാണാൻ പോയതാണ് പുള്ളി. എന്തോ കണ്ട് പേടിച്ച് അറ്റാക്ക് തോന്നി ചത്തു. ചാവാൻ നേരെ കൊടുത്തോണ്ട് ഇല്ലെന്നാണ് കേട്ടത്. ഇങ്ങേക്ക് ഈ വയസ്സാങ്കാലത്തിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. അതുപോട്ടെ, വട നല്ല മുരിന്തായിരുന്നോ? കൊള്ളാം, ശരവണ ഭവനാണെന്ന് തോന്നുന്നു. ഓ, ആ ശരവണമ്മൻ്റെ വട അങ്ങോട്ട് എടുത്തിട്ട് ചമ്മന്തിയിൽ മുക്കി അങ്ങോട്ട് എടുത്തിട്ട് കുഴച്ച് വായിൽ വെച്ച ഞാൻ നോക്കി കഴിച്ചിട്ട് വരാം. നില്ലേ നേരത്തെ കഴിച്ചോണ്ട് ശരിയായില്ല. ആ എന്നാ നീ വാ. ഞാനും വരാം. കട്ട ചമ്മന്തി കുഴച്ച് ഒന്നുകൂടെ തരണം. അതെ, എങ്കിലെ ടേസ്റ്റ് നന്നായിട്ടൊന്ന് കിട്ടും. നന്നായി കിട്ടും. അച്ഛാ, 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 മോനെ എന്താ അച്ഛാ? അച്ഛാ, അച്ഛാ, അച്ഛനിപ്പം മനസ്സിലായി. സൊസൈറ്റി
മൈര